ഈ പഷ്മിന എന്ന് പറയുന്നത് കശ്മീരിലെ ഈ അത്യാഡംബര ഷോളിനൊരു വലിയ കഥ പറയാനുണ്ട്. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് തന്നെ സാധാരണ പഷ്മിനയെക്കുറിച്ച് തന്നെ ധാരാളമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ളൊരു മെഹനത്ത്, അധ്വാനം, അതെ അത് തീർച്ചയായും. അതോടൊപ്പം തന്നെ അതിലൊരു ആർട്ടിസ്റ്റിക് വാല്യൂ, അതെ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പം പഷ്മിനയുടെ വില പോലും നമുക്ക് അവർ പറയുന്ന വലിയ വില ഒന്നുമല്ല എന്ന് തോന്നി. ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഈ പഷ്മിന രൂപപ്പെടുന്നത്? പഷ്മിന രൂപപ്പെടുന്നത് ലഡാക്കിലെ -40 താപനിലയിൽ ജീവിക്കുന്ന -40 താപനിലയിൽ ജീവിക്കുന്ന ചാങ്താങ്ങി ആടുകളുടെ രോമങ്ങളിൽ നിന്നാണ്. പക്ഷേ അത് അവരുടെ സ്വാഭാവിക രോമങ്ങളല്ല. അവർക്ക് ഈ വിൻ്റർ തണുപ്പ് കാലത്ത് ഒരു പുതിയ രോമം അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായി രൂപപ്പെടും. നമുക്കിപ്പോൾ ഒരു തണുപ്പ് കാലത്തൊരു ജാക്കറ്റ് ധരിക്കാൻ ആവശ്യമുള്ളതുപോലെ ഈ ആടുകൾ, ചാങ്താങ്ങി ആടുകളുടെ ശരീരത്തിൽ പുതിയ രോമങ്ങൾ രൂപപ്പെട്ടു വരും. എന്ന് മാത്രമല്ല, തണുപ്പിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ജാക്കറ്റ് മാറേണ്ടി വരുന്നത് പോലെ അവരുടെ ഈ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് രോമം കൂടുതൽ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചാങ്താങ്ങി ആടുകളുടെ കർഷകർ, ആട്ടിടയന്മാർ ആ ആടുകളുമായിട്ട് കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക്, മലമുകളിലേക്ക് ഇങ്ങനെ അക്കാലത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പുതിയ രോമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തണുപ്പ് കാലം അവസാനിക്കുന്നതോടെ അവർ മലയിറങ്ങി തുടങ്ങും. മലയിറങ്ങി വരുമ്പോൾ തണുപ്പ് കാലം അവസാനിക്കുമ്പോൾ നമുക്ക് ജാക്കറ്റ് ആവശ്യമില്ലാത്തതുപോലെ ഇവർക്ക് ഈ പുതിയ രോമങ്ങൾ ആവശ്യമില്ല. ആ സമയത്ത് ഇതിങ്ങനെ മെല്ലെ പൊഴിച്ചിടാനുള്ള ഒരു ടെൻഡൻസി അവരിൽ കാണുന്ന സമയം അതിങ്ങനെ മെല്ലെ ചീകിയെടുത്താണ് ഈ പഷ്മിനക്ക് ആവശ്യമായ ഈ രോമം ശേഖരിക്കുന്നത്. സാധാരണ ഈ ചെമ്മരിയാടുകളുടെ രോമം ശേഖരിക്കുന്നത് കത്രിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ചാങ്താങ്ങി ആടുകളിൽ നിന്ന് അവരുടെ സ്വാഭാവിക രോമം ഈ പഷ്മിനയുമായി കലരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു ചീർപ്പ് വെച്ച് ഇങ്ങനെ ചീകിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് പൊഴിച്ചിടാനുള്ള ഒരു ടെൻഡൻസി പറഞ്ഞു വരും. അത് ഉപയോഗിച്ചാണ് കശ്മീരിലെ ഇത്രയും വിലപിടിപ്പുള്ള പഷ്മിന ഷാളുകൾ. അതായത് അത് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഒരിക്കലും സാധ്യമല്ല, വളരെ നാച്ചുറലായിട്ട് തന്നെ കിട്ടണം. ഈ ഒരു ആർട്ട്, ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇതിനൊരു സാധ്യത കാണുന്നത് ഈ മുസ്ലിം പണ്ഡിതന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതാണ് ആ പാരമ്പര്യത്തിനാണ് ചരിത്രം.